അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് യൂണിറ്റിയിലെ ഹോസ്റ്റലിലാണുള്ളത്. എന്റെ കൂടെ ഉള്ളത് അലീനയാണ്. അപ്പൊ അലീനയുടെ കോളേജ് വിശേഷങ്ങൾ നമുക്കറിയാം. ഹലോ മോളെ, എന്തുണ്ട് വിശേഷം? സുഖം. ഏത് ഡിപ്പാർട്ട്മെന്റാ മോളെ? ഞാൻ BPT ഫസ്റ്റ് ഇയർ. എത്ര നാളായി വന്നിട്ട്? 5 മാസം. എങ്ങനെയുണ്ട് യൂണിറ്റി കോളേജ്? യൂണിറ്റി കോളേജ് നല്ലതാണ്. എങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു എങ്ങനെയായിരിക്കും കോളേജ് ലൈഫ്? ഇപ്പൊ നിങ്ങൾ ചൂസ് ചെയ്ത് കാണുമല്ലോ, ഒരുപാട് കോളേജുകൾ നോക്കിയിട്ടുണ്ടാവില്ലേ നാട്ടിൽ വെച്ച്? നോക്കിയത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങളുടെ BPT. അപ്പോ ഞങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്താ കൊണ്ടുപോകുന്നത്. ടീച്ചേഴ്സ് ആണേലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ഫുൾ ക്ലിയർ ചെയ്ത് നമ്മളെ നന്നായിട്ട് പഠിപ്പിക്കും. അതുകൊണ്ട് പഠിത്തത്തിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. പിന്നെ സെലിബ്രേഷന്റെ കാര്യമാണേലും നമുക്ക് ഇവിടെ കർണാടകയിലാണേലും നമ്മുടെ കേരളത്തിലെ എല്ലാ സെലിബ്രേഷനും നമ്മൾ കോളേജിൽ നടത്താറുണ്ട്. കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്കില്ല? അങ്ങനെയൊന്നും ഇല്ല. ഹോംലി ഒരു ഫീലിംഗ് തന്നെയാണോ ഉള്ളത്? ഫുഡ് ഇപ്പൊ ഹോസ്റ്റൽ ഫുഡ് ആണേലും മലയാളീസ് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നല്ല ഫുഡൊക്കെ തന്നെയാണ്. വെജ് നോൺ വെജ് ഒക്കെ അവൈലബിൾ ഉണ്ട്. പിന്നെ ടീച്ചിങ് ഫാക്കൽറ്റി ഒക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തുള്ള ഒരു അപ്രോച്ച്മെന്റ് പറഞ്ഞായിരുന്നു? എന്നാലും എങ്ങനെയാണ്? നമുക്ക് ഇന്റേണൽ ടീച്ചേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ടീച്ചേഴ്സും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവര് നന്നായിട്ട് നമുക്ക് പറഞ്ഞുതരും. ഇപ്പൊ എന്തെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ അവര് തന്നെ നമുക്ക് നമ്പർ തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാണെങ്കിലും ചോദിച്ചാൽ അവരത് നമുക്ക് ക്ലിയർ ചെയ്ത് തരും. ഹാപ്പിയാണ് ഇവിടെ വന്നതില്? ഞാൻ ഹാപ്പിയാണ്. ഓക്കെ മോളെ, ഇവിടെ ഫെസ്റ്റിവൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇവിടെ കർണാടകയുടെ ഫെസ്റ്റിവൽസ് ഉണ്ട്, അതുപോലെ തന്നെ കോളേജിൽ എന്തെങ്കിലും കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? കോളേജിൽ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫെസ്റ്റിവൽസിനെ കുറിച്ച് എനിക്ക് അങ്ങനെ അത്ര ഇതില്ല. പക്ഷെ കോമൺ ആയിട്ടുള്ള ഫെസ്റ്റിവൽ വരുമ്പോ നമുക്ക് ലീവൊക്കെ ഉണ്ട്, കേരളത്തിലെ പോലെ തന്നെ. ഓക്കെ. ഇപ്പൊ ഓണത്തിനൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റും? ഓണം കഴിഞ്ഞിട്ടാണോ വന്നത് അതോ അതിനു മുന്നെയാണോ വന്നേ? ഞാൻ ക്രിസ്മസിന്റെ ആ ഒരു ഇതിലാണ് വന്നത്. അപ്പൊ എങ്ങനെയാണ് ക്രിസ്മസ്? നമുക്ക് ലീവ് ഉണ്ട്. നാട്ടിലൊക്കെ പോയി. ഓക്കെ. പിന്നെ എങ്ങനെയാ നമ്മുടെ പ്രാക്ടിക്കൽസ് കാര്യങ്ങളായാലും ഹോസ്പിറ്റലൊക്കെ പോയി കണ്ടായിരുന്നോ? നമുക്ക് BPTക്ക് ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽസ് വരുന്നില്ല. സെക്കൻഡ് ഇയർ മുതല പ്രാക്ടിക്കൽസ് വരുന്നത്. കാരണം ബേസ് അറിഞ്ഞാലേ ഫിസിയോതെറാപ്പിക്ക് അവിടെ ചെന്നിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് സെക്കൻഡ് ഇയർ മുതല നമുക്ക് പ്രാക്ടിക്കൽസ് വരുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്. കണ്ടായിരുന്നു. എങ്ങനെ ഇവിടെ എക്യുപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്? കോളേജിലാണെങ്കിലും എല്ലാം അവൈലബിൾ. നമുക്ക് പഠിക്കാനുള്ള പ്രാക്ടിക്കൽസ് ചെയ്യാനുള്ള സാധനം നമുക്ക് തരും. പിന്നെ മോളെ, ഇപ്പൊ എല്ലാവരുടെയും ഒരു ടെൻഷൻ ആയിരിക്കും. നിങ്ങളിപ്പോ വന്നിട്ട് 5 മാസമായി. ഇപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് അതേപോലെ തന്നെ പാരന്റ്സിനൊക്കെ ഒരു ഡൗട്ട് ആയിരിക്കും, എങ്ങനെയാണ് ഇവിടുത്തെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അങ്ങനത്തെയൊക്കെ എന്തായാലും നിങ്ങൾ വന്നപ്പോഴും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. ഇപ്പൊ എങ്ങനെ ഇവിടെ വന്നിട്ട് ലോക്കൽസിന്റെ അപ്രോച്ച് ആയാലും അതുപോലെ ഹോസ്റ്റലിലൊക്കെ വാർഡൻസ് എങ്ങനെയൊക്കെയാണ് നിങ്ങളെ കെയർ ചെയ്യുന്നത്? ബാക്കി കാര്യങ്ങൾ ഹോസ്റ്റലിൽ ഞങ്ങളുടെ വാർഡൻ നല്ല ഫ്രണ്ട്ലിയാണ്. ബാക്കിയുള്ള പിള്ളേര് വേറെ കോളേജിലെ പിള്ളേരാണെങ്കിലും ഹോസ്റ്റലിലെ വാർഡിനെ കുറിച്ച് പറയുന്ന പോലെ നമുക്കിവിടെ അങ്ങനെ പറയാം. കംപ്ലൈന്റ്സ് ഒന്നും ഇല്ല. നമ്മളെ മക്കളെ പോലെ തന്നെയാണ് നോക്കുന്നത്. അപ്പം ഇപ്പൊ നമ്മള് ഫുഡ് കഴിച്ചില്ലേലും നമ്മളെ വന്ന് നമുക്ക് വയ്യെങ്കിലും നമ്മളെ വന്ന് വിളിച്ച് അതേപോലെ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്കലൈറ്റ്സ് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നത്തില്ല. അവര് നമ്മളെക്കാളും കമ്പനി അവരാണ് നന്നായിട്ട് ഫ്രണ്ട്ലിയാണ്. അപ്പൊ ഒരു ടെൻഷനും വേണ്ട. ഇപ്പൊ പുതുതായിട്ട് ഫസ്റ്റ് ഇയറിലോട്ട് അല്ലെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയറിലോട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് എന്താ പറയാനുള്ളത്? ഇപ്പൊ BPT എന്നൊക്കെ പറയുന്ന കോഴ്സ് നോർമലി ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ വിളിക്കാറുണ്ട്. അപ്പോ എന്താണ് BPTയെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു കോളേജിനെ കുറിച്ചും നമുക്ക് പറയാനുള്ളത്? ഇപ്പൊ ഇനി വരാൻ പോകുന്ന ജൂനിയേഴ്സിനാണേലും വരുന്നവർക്ക് നല്ല കെയറിങ് കൊടുത്തേ കൊണ്ടുള്ളൂ. കാരണം ആദ്യത്തെ ഞങ്ങള് സീനിയേഴ്സാണ്. പിന്നെ ഫസ്റ്റ് ബാച്ചസ് അല്ലേ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമേ വരുന്ന ബാച്ചസിന് എന്തായാലും അതേപോലെ ഒരു കെയറിങ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നല്ല ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങള് സീനിയേഴ്സ് ആയിട്ടുണ്ട്. സോ നന്നായിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് 100% റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ് യൂണിറ്റി. BPTക്ക് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും. അപ്പൊ മോള് കംഫർട്ടബിൾ ആണ് ഇവിടെ, എല്ലാ കാര്യങ്ങളും മോള് പറഞ്ഞു തന്നു. ഇപ്പൊ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ.